ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പഞ്ചാരക്കൊല്ലിയിൽ ആശ്വാസം. പഞ്ചാരക്കൊല്ലി മേഖലയിൽ കടുവ ചത്ത നിലയിൽ കടുവയെ കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ഭീതി വിതച്ച നരഭോജി കടുവ ചത്തു. ഇന്ന് പുലർച്ചെ ദൗത്യസംഘമാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. അവശ്യ നിലയിലായ കടുവ ഇന്നലെ രാത്രി മുതൽ ദൗത്യസംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകടുവയാണ് നാട്ടിൽ ഭീതി വിതച്ചത്. മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കടുവ വനം വകുപ്പിന്റെ റഡാറിലായത് ഇന്നലെ രാത്രി മുതൽ. പുലർച്ചെ മുതൽ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അവശത പ്രകടിപ്പിച്ചിരുന്ന കടുവയെ പിലാക്കാവ് 3 റോഡിനടുത്ത് ഒരു വീടിനോട് ചേർന്ന് ചത്തുനിലയിൽ പിന്നീട് കണ്ടെത്തി. ശരീരത്തിലെ മുറിവുകൾ വനത്തിനകത്ത് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. മോർണിംഗ് നമ്മൾ ഫർദർ പെരാമ്പുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിന്റെ സൈഡിൽ ഡെത്ത് ആയിട്ട് കണ്ടെത്തി. നല്ല ഫൈറ്റ് വുണ്ട് ഉണ്ട്, നല്ല കോൺഫ്ലിക്റ്റ് ഇഞ്ചുറി ഉണ്ട്, വേറെ ടൈഗറായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. ഇത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ്. രാവിലെ ഒരു നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ്. ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ് നോക്കി. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്താലേ നമുക്ക് കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാനുള്ളൂ. വേറെ ഷൂട്ടിംഗ് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് വനം മന്ത്രി. വയനാട്ടിൽ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടാനുള്ള ദൗത്യം തുടരും. മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇത് ഇവിടെ വെച്ച് നിർത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നില്ല. കടുവ ചത്ത സാഹചര്യത്തിൽ പഞ്ചാരക്കൊല്ലിയിൽ ഏർപ്പെടുത്തിയിരുന്ന കർഫ്യൂ പിൻവലിച്ചു. കാലുഷ്യത്തിന്റെ 3 നാൾ കടന്ന പഞ്ചാരക്കൊല്ലി സ്വാഭാവിക ജീവിതത്തിലേക്ക്. അടിക്കാട് വെട്ടുന്നതടക്കം നാട്ടുകാരുന്നയിച്ച ആവശ്യങ്ങൾ പലതുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പ്രത്യാശ. അഭിജിത്ത് മുഴക്കുന്നിനും മനു ദാമോദരനും ഷിജു ചവറയ്ക്കുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നരഭോജി കടുവ ചത്തതോടെ ആശ്വാസത്തിലാണ് പഞ്ചാരക്കൊല്ലി ഗ്രാമം. കടുവ ദൗത്യം നടത്തിയ വനപാലകരെ നാട്ടുകാർ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. സന്തോഷം നൽകുന്ന വാർത്ത എന്നായിരുന്നു കൊല്ലപ്പെട്ട രാധയുടെ കുടുംബം പ്രതികരിച്ചത്. ആശങ്കയും ഭീതിയും നിറഞ്ഞ 3 രാപ്പകൽ. പഞ്ചാരക്കൊല്ലിയിൽ ഒടുവിൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പ്. നാടിനെ വിറപ്പിച്ച നരഭോജി കടുവ ചത്തു. സന്തോഷമായി. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകാൻ പറ്റും. എനിക്കൊട്ട് മദ്രസയിലേക്ക് പോവാ. നമുക്ക് വളരെ സന്തോഷം. നമ്മളെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവന്റെ തന്നെ ഒരു രക്ഷയല്ലേ ഇത് കിട്ടിയത്. ഇനിയിപ്പോൾ എല്ലാവർക്കും പണിക്ക് പോകാം, പുറത്തിറങ്ങി നടക്കാം, ധൈര്യത്തിൽ പുറത്തിറങ്ങി നടക്കാം. കയ്യടിച്ചും ആർപ്പു വിളിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു നാട്ടുകാരുടെ ആഹ്ലാദ പ്രകടനം. ദൗത്യസേനയ്ക്കും വനപാലകർക്കും പോലീസിനും മാധ്യമപ്രവർത്തകർക്കുമെല്ലാം പ്രദേശവാസികൾ നന്ദി അറിയിച്ചു. ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ മാധ്യമങ്ങളല്ല, പ്രത്യേകിച്ച് 24 2-3 ദിവസമായി നമ്മൾ കാണുന്നത്. നമ്മൾ ഏകദേശം അത്രയും ഇന്റിമേറ്റായി പരിചയപ്പെട്ടു എല്ലാ മാധ്യമങ്ങളും. തീർച്ചയായും മാധ്യമങ്ങൾക്കും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും എല്ലാവർക്കും ഈ പഞ്ചാരക്കൊല്ലി നാട്ടിലെ എല്ലാവർക്കും നന്ദി അറിയിക്കുക. സന്തോഷമുണ്ടെന്നും ഇനി ആർക്കും ഈ അവസ്ഥയുണ്ടാകരുതെന്നുമായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ ഭർത്താവ് അച്ചപ്പന്റെ പ്രതികരണം. സന്തോഷം ആയി. എന്തായാലും ഇനി വേറെ ഒരാൾക്ക് ഇനി വരില്ലല്ലോ, അത് ഒരു സമാധാനമുണ്ട്. കടുവ ഭീതിക്ക് പരിഹാരമായെങ്കിലും കാട്ടാന ഉൾപ്പെടെയുള്ള മറ്റ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് ആശങ്കയായി ഇപ്പോഴുമുണ്ട്. ശാശ്വത പരിഹാരം തേടുകയാണ് പഞ്ചാരക്കൊല്ലി നിവാസികൾ. കടുവാഭീതിയിൽ പഞ്ചാരക്കൊല്ലിക്കാർ കഴിഞ്ഞത് 3 ദിനരാത്രങ്ങൾ. ഒടുവിൽ കടുവ ചത്തുവെന്ന ആശ്വാസ വാർത്ത. ഷിജു ചവറയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 വയനാട്.
ഭീതിയുടെ 4ാം നാളിലാണ് നരഭോജി കടുവ ചത്തു എന്ന ആശ്വാസ വാർത്ത എത്തിയത്. നാടിന്റെ പ്രിയപ്പെട്ട രാധയുടെ വേർപാടിന്റെ ദുഃഖത്തോടൊപ്പം കടുവാ ഭീതിയും ആ നാട്ടിൽ ഇരുട്ടു വീഴ്ത്തി. കൺമുന്നിൽ കടുവ എത്തിയേക്കാമെന്ന ഭീതിയിൽ നാട് ചങ്കിടിപ്പുമായി നിന്ന ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലൂടെ വീണ്ടും നമ്മൾ സഞ്ചരിക്കുന്നു. ഈ കാണുന്ന ഭാഗത്തു നിന്ന് 150 മീറ്റർ മാത്രം അകലെ രാവിലെ 11 മണിയോടുകൂടിയാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. വനംവകുപ്പ് വാച്ചറായ ഭർത്താവ് അച്ചപ്പൻ രാധയെ 8:30 സ്കൂട്ടറിൽ ഇവിടേക്ക് എത്തിച്ചു. കാപ്പിക്കുരു പറിക്കാൻ വേണ്ടിയാണ് രാധ എത്തിയത്. വീട്ടിൽ നിന്ന് 300 മീറ്റർ അകലെ പതിവായി പോകുന്ന വഴി വെള്ളിയാഴ്ച രാവിലെയും രാധയെ ഭർത്താവ് അച്ചപ്പൻ അവിടെ കൊണ്ടുവിട്ടതാണ്. 11 കാലോടെ തണ്ടർബോൾട്ട് സംഘം കടുവ പാതി ഭക്ഷിച്ച നിലയിൽ രാധയുടെ മൃതദേഹം കണ്ടെത്തി. രാധയെന്നറിയാതെ അവിടെ എത്തിയ താൽക്കാലിക വാച്ചറായ അച്ചപ്പന് പിടിച്ചു നിൽക്കാനായില്ല. അതോടെ പഞ്ചാരക്കൊല്ലി എന്ന ഉൾനാടൻ ഗ്രാമമാകെ ഭീതി നിഴലിൽ. ഏതു നിമിഷവും ആക്രമണമുണ്ടായേക്കാമെന്ന പേടിയിൽ നെട്ടോട്ടമോടുന്ന നാട്ടുകാർ. അവിടെ എത്തിയ ജനപ്രതിനിധികളെ അവർ ആശങ്കയും പ്രതിഷേധവും എല്ലാം അറിയിച്ചു. പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ചൂടേറി വന്നു. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ഒറ്റ നിലപാട്. മണിക്കൂറുകൾക്കുള്ളിൽ സർക്കാരിന് അത് സമ്മതിക്കേണ്ടി വന്നു. പ്രതിഷേധങ്ങൾക്ക് താൽക്കാലിക വിരാമം. ജനങ്ങളുടെ വികാരം നമുക്ക് മാനിച്ചുകൊണ്ടേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കടുവേനെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് പിടിക്കണം. ശനിയാഴ്ച രാവിലെയായിരുന്നു രാധയുടെ സംസ്കാരം. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളിൽ കടുവയെ പിടിക്കാനുള്ള ദൗത്യം സജീവം. കൂടുതൽ വനപാലകർ രംഗത്ത്. കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചു. കടുവ ആക്രമണമുണ്ടായി 24 മണിക്കൂർ പിന്നിട്ടിട്ടും കടുവാ ദൗത്യം എങ്ങുമെത്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം വീണ്ടും ശക്തം. സ്ഥലത്തെത്താത്ത വനമന്ത്രി AK ശശീന്ദ്രന് നേരെയും കടുത്ത പ്രതിഷേധം. ADMന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പ്രതിഷേധമയഞ്ഞു. ദൗത്യസംഘം വ്യാപക തിരച്ചിൽ നടത്തുമ്പോഴും കടുവ പഞ്ചാരക്കൊല്ലിയിൽ തന്നെ. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ വെറ്റിനറി ഡോക്ടേഴ്സും സജീവം. ഇതിനിടെയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് എത്തിയത്. കടുത്ത പ്രതിഷേധത്തിൽ അരമണിക്കൂറോളം മന്ത്രി റോഡിൽ വാഹനത്തിനുള്ളിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും തർക്കമില്ല, അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെട്ടു, ഇതെൻ്റെ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ നിർദ്ദേശം കൂടി സ്വീകരിച്ചതിന് ശേഷമാണ് ഈ പഞ്ചാരക്കൊല്ലയിലെ ജനങ്ങളെ കാണാൻ വന്നത്. ഇന്നലെ വനപാലകന് നേരെ കടുവയുടെ ആക്രമണമുണ്ടായതോടെ ആശങ്ക ഇരട്ടിയായി. ദൗത്യം വിപുലീകരിക്കാൻ കുങ്കിയാനകളെയും തെർമൽ വാൻ അടക്കമുള്ളവയും പഞ്ചാരക്കൊല്ലിയിലെത്തിച്ചു. ദൗത്യത്തിന്റെ 4ാം നാളിൽ പുലർച്ചെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. റിസർച്ച് ഡെസ്ക് 24. നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ സുൽത്താൻ ബത്തേരിക്കടുത്ത് കുപ്പാടിയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കടുവ ചത്തതിന്റെ കാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കണ്ടേക്കും. കടുവയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന കുപ്പാടിയിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നിറ്റും പുതിയ വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? ഈ കാട്ടിൽ വെച്ച് മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടി ഉണ്ടായ മുറിവ് എന്നതാണ് പ്രാഥമിക നിഗമനം. അതിൽ ഒരു ആശങ്ക കൂടി ഉള്ളത്, ഇത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഈ മുറിവേറ്റ് പഞ്ചാരക്കൊല്ലിയിലേക്ക് വന്നതാണോ, അതോ അവിടെ നടന്ന ഏതെങ്കിലും സംഘർഷങ്ങളുടെ ഭാഗമായി ഉണ്ടായ മുറിവേറ്റതാണോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു കടുവ കൂടി അവിടെ ഉണ്ടാകുമോ എന്ന് നാട്ടുകാരും ആശങ്കപ്പെടുന്നത് നമ്മൾ രാവിലെ കണ്ടു. എന്താണ് പുതിയ വിവരങ്ങൾ? അതിൽ എന്തെങ്കിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ?
വിജയകുമാർ, നിലവിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കുപ്പാടിയിലുള്ള ഈ വെറ്റിനറി ഓഫീസറുടെ കാര്യാലയത്തിൽ വെച്ച് ആ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. കടുവയാണ് ചത്തത്, അതിനാൽ തന്നെ ദേശീയ മൃഗമാണ്. അതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇതിന് നേതൃത്വം നൽകുകയുമാണ്. വിജയകുമാർ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഈ കടുവ ചത്തത് എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം, അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് ഈ പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ 1:10 ഏതാണ്ട് 1:30 മണി കഴിയുമ്പോഴേക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ മറ്റൊരു കടുവയുമായുള്ള സംഘർഷമാണ് ഈ ചത്ത കടുവയുടെ പരിക്ക് ഉണ്ടാകാൻ കാരണമായതും അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ അതിന് കാരണമായ ചില തെളിവുകൾ ഇവർക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇതൊരു നടപടിക്രമം, ചില നൂലാമാലകൾ, ചില നിയമപ്രശ്നങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ആ സംഘടന നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഈ വനപാലകർക്ക് ഹാജരാക്കേണ്ടി വരും. ഇതിൻ്റെ റിപ്പോർട്ട് കോടതിയിലടക്കം സമർപ്പിക്കേണ്ടതാണ്. അതിനാൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇതിനോടകം ഈ വനപാലകർ ശേഖരിക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കടുവകളുടെ ഇണചേരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കടുവകൾ തമ്മിലുള്ള സംഘട്ടനം അതുണ്ടാകാറുണ്ട് എന്ന് വനപാലകർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സംഘട്ടനത്തിന്റെ ഭാഗമായാണോ ഈ കടുവയ്ക്കും പരിക്കു പറ്റിയത് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. കഴുത്തിന് സമീപത്ത് ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ പലതും പഴക്കമുള്ളവയാണ്. ചില പുതിയ മുറിവുകളുമുണ്ട്. അതായത് അത്ര പഴക്കമില്ലാത്ത മുറിവുകൾ കൂടിയുണ്ട്. എങ്ങനെ ആ മുറിവുകൾ പറ്റി, ആഴത്തിലുള്ള മുറിവുകൾ എങ്ങനെ കടുവയുടെ ശരീരത്തിൽ വന്നു എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത ഉണ്ടാകേണ്ടത്. ഒപ്പം തന്നെ ഈ വ്യക്തത ഉണ്ടാവേണ്ടത്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിയുന്നതോടുകൂടി ഒരു തീരുമാനമുണ്ടാകും. അതിനുശേഷം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരും. വിജയകുമാർ. യെസ്, എന്തായാലും ജനങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. ഇനിയിപ്പോൾ ഇതെങ്ങനെ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ എങ്ങനെയാണത് മരിച്ചത് എന്നതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവട്ടെ. ഇനിയും വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് അതിന് പരിക്കേറ്റ് ഈ കാട്ടിലേക്ക് പഞ്ചാരക്കൊല്ലിയിലേക്ക് എത്തിയതാണോ എന്നതൊക്കെ അതിനുശേഷമേ അറിയാൻ കഴിയൂ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിലും ഒരു വ്യക്തത ഉണ്ടാകും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ മാധ്യമങ്ങളെ കണ്ട് ജനങ്ങളോട് ഇക്കാര്യത്തിൽ അവരുടെ ഒരു നിഗമനങ്ങൾ അറിയിച്ചേക്കും എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് വാൽപ്പാറയ്ക്ക് സമീപം വയോധികയെ കാട്ടാന ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അന്നലക്ഷ്മി എന്ന 67-കാരിയെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനിടെ താമരശ്ശേരിയിൽ കാട്ടുപോത്തും മലപ്പുറം കരുളായിയിൽ കാട്ടാനയും വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് വാൽപ്പാറയ്ക്ക് സമീപം വയോധികയെ കാട്ടാന ആക്രമിച്ചത്. ഇടിയാർ എസ്റ്റേറ്റ് ബിക്കുതിയിലെ അന്നലക്ഷ്മി എന്ന 67-കാരിക്ക് ഗുരുതര പരിക്കേറ്റു. അന്നലക്ഷ്മിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം കരുളായിൽ ഇന്ന് പുലർച്ചെ 3:30 കാട്ടാന ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. കരുളായി വയലിക്കൽ ചെറിയ പാലത്തിന് സമീപമുള്ള ജോസിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് നശിപ്പിച്ചത്. ദിവസങ്ങളായി ഈ ഒറ്റക്കൊമ്പൻ മേഖലയിൽ ഭീതി വിതയ്ക്കുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്ന് രാവിലെ കാട്ടുപോത്തിറങ്ങി. 2 കാട്ടുപോത്തുകളാണ് കൃഷിയിടത്തിലെത്തിയത്. കാട്ടുപോത്തുകളുടെ ദൃശ്യം 24-ന് ലഭിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. പ്രദേശത്ത് ഭീതി വിതച്ച പുലി കഴിഞ്ഞ ദിവസമാണ് കൂട്ടിലായത്. 24 മലപ്പുറം. ഇനി നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. അവിടെ നടന്ന ഒരു അരുംകൊലയുടെ വിശദാംശങ്ങളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. പാലക്കാട് നെന്മാറയിൽ അമ്മയെയും മകനെയും കൊലക്കേസ് പ്രതി വെട്ടിക്കൊന്നു. പോത്തുണ്ടി സ്വദേശികളായ മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 2019 സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ചെന്താമര തന്നെയാണ് ഇവിടെയും പ്രതി. ഈ കേസിന്റെ വിചാരണ അടുത്ത മാസം തുടങ്ങാനിരിക്കെയാണ് ജാമ്യത്തിലിറങ്ങി പ്രതിയുടെ ഈ കൊടും ക്രൂരത. പ്രതിയെ ഉടൻ പിടികൂടാനാകുമെന്ന് കെ ബാബു MLA പ്രതികരിച്ചു. ഇവൻ ആ കൃത്യം നിർവഹിച്ചതിന് ശേഷം അവനറിയാവുന്ന മലയിലേക്ക് തന്നെയാണ് ഓടിപ്പോയിട്ടുള്ളത്. പക്ഷെ ആ മലനിരയെ നന്നായിട്ട് അറിയാവുന്ന നാട്ടുകാരും പോലീസും ഇപ്പോൾ കൃത്യമായിട്ട് അവന് എത്താവുന്ന ദൂരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുമല്ല, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഇപ്പോൾ പോലീസ് തന്നെ പറഞ്ഞത് അവൻ്റെ മൊബൈൽ സിമ്മ് എടുത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. എന്തായാലും
പിടിക്കും, ഒന്നുകിൽ ജീവനോടെ പിടിക്കും. ഞാൻ പോയി കണ്ട കാഴ്ച സുധാകരൻ പറഞ്ഞ ആൾ ഓൾറെഡി വെട്ടുകെട്ടി ദത്തായി കിടക്കുകയാണ്. ഇയാളുടെ അമ്മ, ഈ ആംബുലൻസിൽ കിടക്കുന്ന അമ്മ വെട്ടുകൊണ്ട് പിടഞ്ഞു കിടക്കുന്ന സീനാണ് ഞാൻ കണ്ടത്. അപ്പം തന്നെ ആംബുലൻസ് പോലീസുകാരന് വിവരം കൊടുത്ത് ആംബുലൻസിനെ വിളിച്ചു. നേരെ ഇങ്ങോട്ട് പോകും. നെന്മാറ ആശുപത്രി 7 കിലോമീറ്റർ ഉണ്ട്, അവിടെ 6 കിലോമീറ്റർ. അവിടെ ആശുപത്രി എത്തുന്നതിന് മുന്നേ ഈ അമ്മയും മരിച്ചു. എന്താണ് ഇവർക്ക് തമ്മിലുണ്ടായിരുന്നത്? അവരുടെ ഇടയിൽ ഇതാ പറയുന്നത് പ്രത്യേകിച്ച് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. പാലക്കാട്ട് നിന്ന് നിഖിൽ, അക്ഷരാർത്ഥത്തിൽ നാട് നടുങ്ങി എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഈ വാർത്തയുടെ കാര്യത്തിൽ, ഈ അരിങ്കൊലയുടെ കാര്യത്തിൽ അത് ശരിയാണ്. യഥാർത്ഥത്തിൽ നാട് നടുങ്ങി. അത്തരമൊരു അതിക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അയാളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ഒരു പ്രതി 2019 ഒരു കുറ്റകൃത്യം നടത്തുന്നു. അതായത് ചെറിയ നിസ്സാര തർക്കങ്ങളുടെ പേരിൽ സുധാകരൻ എന്നയാളുടെ ഭാര്യയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ജയിലിൽ പോയ പ്രതി ഇപ്പോൾ പരോളിൽ ഇറങ്ങിയ ശേഷം സുധാകരനെയും അമ്മയെയും മീനാക്ഷിയെയും കൊലപ്പെടുത്തുന്നു. 2 പേരെയും കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഒരേ കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തി ആ വീട്ടിലെ 2 കുഞ്ഞുങ്ങളെ അനാഥമാക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ളതാണ് MLA തന്നെ സ്ഥിരീകരിച്ചത്, അവരുടെ അയൽവാസികളൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് സംഘത്തോടൊപ്പം 20 നാട്ടുകാർ 20 അംഗ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നെല്ലിയാമ്പതി മലനിരകളിൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുന്നു. അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നാട്ടുകാർ പങ്കുവെക്കുന്നത്. പോലീസും എല്ലാം പങ്കുവെക്കുന്നത് അത് തന്നെയാണ്. 2 പേരുടെയും മൃതദേഹം ഇപ്പോൾ ഞാനുള്ള പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം അധികം വൈകാതെ തന്നെ നടക്കും. ഈ പ്രതിയുടെ ഒരു കുറ്റകൃത്യത്തോടുള്ള സമീപനം, അതിനുവേണ്ടി അയാൾ നടത്തിയ ആസൂത്രണം, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതാണ്ട് ഈ ജയിലിൽ കിടക്കുന്ന കാലയളവിൽ അത്രയും ഈ പ്രതി ഇതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിനുശേഷം പരോളിന് നാട്ടിലെത്തിയ ശേഷം ഇയാളുടെ കൈവശമുണ്ടായിരുന്ന വാളടക്കം രാഗി മിനുക്കി കൊലപാതകത്തിന് വേണ്ടി പരുവപ്പെടുത്തുകയായിരുന്നു. ഇയാൾക്ക് വലിയ സംശയരോഗവും അടുത്ത ആളുകളുമായൊന്നും തന്നെ ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക മനോനിലയുള്ള ആളായിരുന്നു ഈ പ്രതി എന്നുള്ളതാണ് അയൽവാസികളൊക്കെ പറയുന്ന കാര്യം. ആരുമായും ബന്ധം വെച്ച് പുലർത്തിയിരുന്നില്ല. ഡ്രൈവർ ജോലി ചെയ്തിരുന്നു ഇടക്കാലത്ത്, എന്നാൽ സമീപകാലത്ത് ആ ജോലിയും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ നന്നായി ജീവിക്കുന്ന ആളുകൾ, തൻ്റെ കുടുംബമൊക്കെ ശിഥിലമായി പോയി, അതുകൊണ്ട് തന്നെ നന്നായി ജീവിക്കുന്ന ആളുകൾ, തന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വൈരാഗ്യമുള്ള ആളുകൾ, അവരോടൊക്കെ വലിയ ശത്രുത ഇയാൾ വെച്ച് പുലർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ സുധാകരനെ ഇയാൾ അതിക്രൂരമായി ആക്രമിക്കുന്നു. സുധാകരനെ വെട്ടി, അതായത് കൂടുതൽ വെട്ടുകൾ ഇയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. സുധാകരനെ ഇത്തരത്തിൽ ആക്രമിക്കുന്നു. അത് കണ്ട് ലക്ഷ്മി എന്ന മീനാക്ഷി അവിടെ അമ്മ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവരെയും അതിക്രൂരമായി ആക്രമിക്കുന്നു. ഇവർക്ക് ജീവൻ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കുമാണ് അവരുടെ ജീവൻ നഷ്ടമായതെന്നാണ് പറയുന്നത്. എന്തായാലും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിച്ചു പോരുകയാണ്. നെല്ലിയാമ്പതി മലനിരകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. വിജയകുമാർ. നിഖിൽ, 2019 സുധാകരന്റെ ഭാര്യയെ ഇയാൾ കൊലപ്പെടുത്തുന്നത്. അതിനും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമുള്ളതായി പോലും പറയുന്നില്ല. അതിൽ ശിക്ഷ അല്ലെങ്കിൽ അതിൽ വിചാരണ കാത്ത് കഴിയുമ്പോഴാണ് ഇയാൾക്ക് ജാമ്യം കിട്ടി ഇയാൾ പുറത്തിറങ്ങി ഈ കൃത്യം ചെയ്യുന്നത്. 2019 കൊലയ്ക്ക് കാരണം എന്തായിരുന്നു? 2019 ഈ പറഞ്ഞതുപോലെ നേരിയ തർക്കങ്ങളാണ്. അതായത് അയൽ വീട്ടുകാർ തമ്മിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള നേരിയ തർക്കങ്ങളാണ് അന്നും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അവരുടെ അയൽവാസികളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് അതാണ്. അന്ന് ചെറിയ ചില തർക്കങ്ങൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാൻ മാത്രമുള്ള ചെറിയ തർക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പിന്നീട് അതിനെ തുടർന്നാണ് ഇതേ സമാനമായ രീതിയിൽ, ഇപ്പോൾ വെട്ടിക്കൊലപ്പെടുത്തിയതിന് സമാനമായ രീതിയിൽ തന്നെ അതിക്രൂരമായി സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന, സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ജയിലിൽ പോയ പ്രതി ഇക്കാലം അത്രയും ഈ രണ്ടാമതൊരു കൊലപാതകം തന്നെ ജയിലിലേക്ക് അയക്കാൻ കാരണക്കാരാക്കിയിട്ടുള്ള സുധാകരനെയും അമ്മയും വെട്ടിക്കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യവുമായി കഴിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് നാട്ടിലെത്തി തന്റെ കൈവശമുണ്ടായിരുന്ന ആയുധം, അത് രാഗി മിനുക്കി ഒരു കൊലപാതകത്തിന് വേണ്ടി അയാൾ തയ്യാറെടുക്കുകയായിരുന്നു. MLA തന്നെ പറഞ്ഞത് ഇയാളുടെ മനോനില നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മനോനില ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ പ്രതി എന്നുള്ളതാണ്. എന്തായാലും പ്രതിക്ക് വേണ്ടി പോലീസ് വല വിരിച്ചു കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ എത്രയും വേഗത്തിൽ പ്രതിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകും. ഒന്നുകിൽ നാട്ടുകാർ തന്നെ പിടികൂടും, അല്ലെങ്കിൽ പോലീസ് പിടികൂടുമെന്നാണ് നെന്മാറ MLA കെ ബാബു പറഞ്ഞത്. വിജയകുമാർ. അയാൾ ഈ ക്രൂരകൃത്യത്തിന് ശേഷം നെല്ലിയാമ്പതി മലനിരകളിലേക്കാണ് ഓടിപ്പോയിരിക്കുന്നത്. അയാളെ കണ്ടെത്താൻ കഴിയും, ഉടനെ പിടികൂടാൻ കഴിയുമെന്ന് കെ ബാബു MLA പറയുകയായിരുന്നു. നാട്ടുകാരും അതാണ് പറയുന്നത്. ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് 2 കുഞ്ഞുങ്ങൾ അനാഥമായി എന്നതാണ്. നേരത്തെ നിഖിൽ പറഞ്ഞതുപോലെ സ്കൂളിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളാണ്. ഒരുപക്ഷെ രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടികൾ അവർ തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കുന്നത് അവരുടെ അച്ഛനെയും അമ്മൂമ്മയും അതിക്രൂരമായി ഒരു പ്രതി ഇയാൾ കൊലപ്പെടുത്തിയെന്ന വിവരമായിരിക്കും. ആ 2 കുഞ്ഞുങ്ങൾ അനാഥമായി എന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലം. അത്
സംഭവിച്ചു. നാട്ടുകാരത് പ്രതികരിക്കുകയായിരുന്നു നേരത്തെ. അപ്പോൾ ഈ പ്രതി ഉടൻ പിടിയിലാകുമെന്ന് MLA പറയുന്നുണ്ട്. അയാളെ കണ്ടെത്താൻ, ഈ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. സംസ്ഥാനത്തെ റേഷൻ വിതരണത്തെ സ്തംഭിപ്പിച്ച് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം. 14,000-ഓളം വരുന്ന റേഷൻ കടകളിൽ 200-ഓളം കടകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. സമരം പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് റേഷൻ വ്യാപാരികളും വ്യക്തമാക്കി. വേതന വർധന നടപ്പാക്കുന്നതിൽ കൃത്യമായ ഉറപ്പ് ലഭിക്കും വരെ സമരമെന്നാണ് വ്യാപാരികളുടെ തീരുമാനം. എന്നാൽ ചർച്ചയ്ക്ക് വാതിലുകൾ തുറന്നിട്ടുണ്ടെന്നും സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും ഭക്ഷ്യമന്ത്രി. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും മന്ത്രി. അവരുടെ ഭാഗം പൂർണ്ണമായിട്ട് പരിഗണിച്ചല്ലോ. അവരുടെ ഭാഗം പൂർണ്ണമായിട്ട് പരിഗണിച്ച ചർച്ചയാണ് നടന്നത്. അതിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും ചർച്ച തുടരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം നിഷേധിച്ചാൽ, ലൈസൻസുകൾ നിഷേധിച്ചാൽ അത് ഒരു ദിവസം നോക്കി നിൽക്കും. അത് കഴിഞ്ഞാൽ കർശനമായ നടപടിയിലേക്ക് പോകും. ഭരണാനുകൂല തൊഴിലാളി സംഘടനകളുടെ കൂടി പിന്തുണയോടെയാണ് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം. അരുവിക്കര MLAയും CPIM നേതാവുമായ G. സ്റ്റീഫൻ തിരുവനന്തപുരത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. ഈ സൂചനാ സമരങ്ങളുടെ എല്ലാം ഭാഗമായി പരിഹരിക്കപ്പെടാൻ കാതലായിട്ടുള്ള ഡിമാൻഡുകൾ പരിഹരിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ മനപ്രയാസത്തോടുകൂടി കേരളത്തിലെ റേഷൻ കട ഉടമകൾ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പേടിപ്പിച്ച് കീഴടക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന സർക്കാരിനോട് സമരസമിതി. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരും. ഭഗവാനെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ച ഒരു ചർച്ചയിൽ മുൻവിധിയോടുകൂടി പങ്കെടുക്കുന്ന ഒരു മന്ത്രി, അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ അങ്ങനെ പേടിപ്പിച്ച് ഞങ്ങളെ കീഴടക്കാമെന്ന് കരുതിയാൽ അത് നടക്കില്ല. സമരം ഇന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാർ നീക്കം. സഞ്ചരിക്കുന്ന അരിവണ്ടികൾ കൂടുതലായി ഇറക്കാനും നിർദ്ദേശമുണ്ട്. 24 തിരുവനന്തപുരം. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അന്തിമ റിപ്പോർട്ട് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിച്ചു എന്നാണ് ഒടുവിൽ വരുന്ന സൂചന. ഭരണപക്ഷത്തെ 16 MPമാർ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. വിനീത VG ആണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ഈ വിഷയത്തിൽ വലിയ തർക്കമുണ്ടായിരുന്നു. സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം മാറ്റിവെക്കണമെന്നതടക്കം തർക്കങ്ങളുണ്ടായിരുന്നു. അത്തരം ആവശ്യങ്ങളൊക്കെ പ്രതിപക്ഷത്തെ അംഗങ്ങൾ ഉന്നയിച്ചെങ്കിലും അത് ജഗദംബിക പാൽ അത് അംഗീകരിച്ചിട്ടില്ല, അധ്യക്ഷൻ അത് അംഗീകരിച്ചിട്ടില്ല. ഈ JPCയുടെ റിപ്പോർട്ട് അന്തിമമായി അംഗീകരിച്ചു ഇന്നത്തെ യോഗത്തിൽ എന്നാണോ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. ഇതിൽ നമുക്ക് ഈ വഖഫ് അന്തിമ റിപ്പോർട്ട് JPC അംഗീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഭരണപക്ഷത്തുള്ള 16 MPമാർ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതായും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ആരംഭിച്ചത്. ഈ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭരണപക്ഷത്തുള്ള ഈ സമിതിയിലെ അംഗങ്ങളായിട്ടുള്ള MPമാർ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസവും ഈ യോഗം ചേരുന്ന വേളയിൽ പ്രതിപക്ഷം ചില ആവശ്യങ്ങളടക്കം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഇത് ധൃതി പിടിച്ച് ഈ റിപ്പോർട്ട് സമർപ്പിക്കരുതെന്നുള്ളത് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഒപ്പം തന്നെ ഇന്ന് ചേരാനിരിക്കുന്ന ഈ യോഗമടക്കം മാറ്റിവെക്കണമെന്നും ഒക്കെ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അധ്യക്ഷൻ ജഗദാംബിക പാൽ അവരുടെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഇന്ന് ഇതിനെ ഈ അന്തിമ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിന് ഒരു അന്തിമ രൂപം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് യോഗം ചേരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷത്തുള്ള അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇതിന്റെ അന്തിമ റിപ്പോർട്ടിന് ഈ സമിതി അംഗീകാരം നൽകി എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷത്തെ 16 MPമാർ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി അറിയേണ്ടത് ഈ ഭരണപക്ഷത്തെ 16 MPമാർ ഇതിനെ അനുകൂലിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു നടപടി ആ യോഗത്തിൽ എന്തായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. വൈകാതെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന്. ശരി വിനീത, എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 16 ഭരണപക്ഷ MPമാർ അതിനെ പിന്തുണച്ചിട്ടുണ്ട്. സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് അന്തിമമായി അംഗീകരിച്ചു. ഈ സമ്മേളനത്തിൽ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് സഭയിൽ വരും എന്ന് ഏതാണ്ട് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ, വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. വിനീത VG ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് 24നോട് സംസാരിക്കുകയാണ്. ഈ പാലക്കാട് നഗരസഭയിലെ BJP പ്രതിസന്ധിയുമൊക്കെ ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ. ഈ പാർട്ടിയാണ് ഞങ്ങളുടെ എല്ലാം. ഇതിൽ ഒരു കുട്ടി പോലും പാർട്ടി മാറിപ്പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ സന്ദീപ് വാര്യരോടും എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് സന്ദീപ് വാര്യർ, അതുപോലെ രാഹുൽ മാങ്കുട്ടം, ഇത്തരത്തിൽ ധാരാളം ആളുകളുണ്ട്.
എന്തോ ഇതാ ഇപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞ് ഇതാ ഇപ്പോൾ വീണുടയും എന്ന് സ്വപ്നം കാണുന്ന ധാരാളം ആളുകളുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളൊക്കെ തൽക്കാലം നിങ്ങൾ മാറ്റിവെച്ചോളൂ. ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് പാലക്കാട് മുന്നോട്ട് പോകുമെന്ന് ആർക്കും ഒരു സംശയവും. പ്രശാന്ത് ശിവനൊപ്പം നിങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയാണോ? ഞങ്ങൾ പാർട്ടിയുടെ ഒപ്പമല്ലേ. അത് പ്രശാന്ത് ശിവനാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ പുതിയൊരാൾ വരുന്ന ആരും, ഞങ്ങളെല്ലാവരും പാർട്ടിയോടൊപ്പമാണ്, വ്യക്തികളല്ല. ഈ പാർട്ടിയിൽ വ്യക്തികൾക്കല്ല പ്രാധാന്യം. ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു നേതൃത്വമാണ്. പാർട്ടിയുടെ ഒപ്പമാണ് ഞങ്ങൾ എല്ലാവരും. പാർട്ടിയുടെ ഒപ്പം ഉറച്ചു നിൽക്കുമെന്ന് ആർക്കും ഒരു സംശയവും വേണ്ട. അങ്ങ് എന്താണ് രാവിലെ ഈ ചടങ്ങിന് എത്താതിരുന്നത്? അങ്ങ് വരുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളെല്ലാവരും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാര്യാലയത്തിലായിരുന്നു ആ സമയത്ത്. അത് ഏതാണ്ട് 2-3 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ഇപ്പോൾ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങടക്കം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ വിചാരിച്ചത് ഒരു അനുനയം ഉണ്ടായ പശ്ചാത്തലത്തിൽ യോഗത്തിന് എത്തുമെന്ന് കരുതിയിരുന്നു. എത്താൻ കഴിഞ്ഞാൽ ഈ RSSന്റെ യോഗത്തിലായതുകൊണ്ടായിരുന്നു. RSSന്റെ യോഗത്തിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താൻ പറ്റാതിരുന്നത്. നമ്മളെ വിളിപ്പിച്ചതാണ്. കാരണം ഇന്നലത്തെ ആ ഒരു ഇഷ്യൂ, കാരണം ഇന്നലെ അവർ ഇതിനെ കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ വിളിച്ചു, ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ രാജിവെക്കരുത് എന്നുള്ളൊരു തീരുമാനം എടുക്കണം. ഞങ്ങൾ മുകളിലുള്ള ആൾക്കാരെ ഇതെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട മാതിരി ചെയ്യുമെന്ന് തന്നെ പറഞ്ഞു. ഇടപെട്ടതുകൊണ്ടാണ് നിങ്ങൾ ആ രാജി പിൻവലിഞ്ഞത്? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രശാന്ത് ശിവനോ ഓമനക്കുട്ടനോ സാബോ സ്മിതേഷോ ഇവർക്കാർക്കും എതിരല്ല. ഇന്നലെ നടത്തിയ പ്രഹസനമുണ്ടായില്ലോ, ഈ ഒരു നോമിനേഷൻ കൊടുക്കുന്ന ഒരാൾ ഒരു സമവായം വെച്ചു. ആ സമവായത്തിലൂടെ വന്ന 6 പേരും അല്ലാതെ വേറൊരാളെ കൊണ്ടുവന്നതിൽ അത് നിയമപ്രകാരം മാനദണ്ഡപ്രകാരമാണെങ്കിൽ ഞങ്ങൾക്കൊരു എതിർപ്പില്ല. ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്കും എതിരല്ല. ആര് വന്നാലും, പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റ് ആര് വന്നാലും ഞങ്ങൾ BJPക്കാരാണ്. ഞങ്ങൾ BJPയിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളാണ്. അപ്പം ഞങ്ങൾ അവരുടെ കൂടെ നിന്ന്, ഞങ്ങൾ ഒരു വ്യക്തിക്കെതിരല്ല. പക്ഷേ ആ നടത്തിയ ക്രമങ്ങൾ ശരിയായില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. പ്രശാന്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല? അതിനൊപ്പം പ്രവർത്തിക്കുന്നില്ല, BJPയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ BJP 25 വർഷമായിട്ട് BJPയുടെ താമര ചിഹ്നത്തിൽ ജയിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ BJPയുടെ കൂടെ എന്നുണ്ടാവും. സംഘത്തിൻ്റെ കൂടെയും BJPയുടെ കൂടെയും എന്നും ഉണ്ടാവും. അതിൽ മാറി ഞങ്ങൾ കോൺഗ്രസിലേക്ക് പോകാനോ സന്ദീപ് വാര്യർ ചെയ്ത മാതിരി ഞങ്ങൾ കോൺഗ്രസിലേക്കോ CPMലേക്കോ പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഇപ്പോൾ വ്യക്തിപരമായിട്ട് വിളിച്ചിട്ടേ ഇല്ല എന്നെ. ഇത്ര നേരം വരെ വിളിച്ചില്ല. സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതിന് ശേഷം എന്നെ വന്ന് വിളിച്ചിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. നിങ്ങൾ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഒരു കത്ത് നൽകി എന്ന് പറയുന്നത് ശരിയാണോ? കത്ത് നൽകണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് RSSന്റെ കാര്യാലയം വിളിച്ച് അത് കത്ത് കൊടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് തന്നത്. അവരിടപെട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം നിങ്ങളായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ? അതായത് നഗരസഭാ ഭരണം പിടിക്കാൻ വേണ്ടി? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഇന്നിപ്പോൾ RSS നിങ്ങളെ വിളിച്ചില്ലായിരുന്നു, രാജിവെക്കാൻ തന്നെയായിരുന്നോ തീരുമാനം? ആ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. RSS വിളിച്ചിരുന്നല്ലോ നമ്മളെ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. രാവിലെ പല ആൾക്കാരും ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ RSSന്റെ ആൾക്കാർ വിളിച്ച് അവരോട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. ഞങ്ങളുടെയൊക്കെ രക്തം RSSന്റെ രക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് മാറി നിൽക്കാൻ പറ്റില്ല. മുഴുവൻ കൗൺസിലർമാരും ഇപ്പോൾ ഇതിൽ സമവായത്തിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ പാർട്ടിക്കുള്ളിലാണ് കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ പറയുന്നത് പാർട്ടിക്കുള്ളിലാണ്. ചാനലിൽ വരുന്ന സമയത്തല്ല ഞങ്ങൾ അഭിപ്രായങ്ങൾ. ഇന്നലെയും വന്നിരുന്നു. ഞങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്, സ്വയംസേവകന്മാരാണ്. ഒന്നും ആഗ്രഹിക്കാത്ത ഈ സംഘടനയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, സംഘത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ. ഇന്ന് വിളിച്ചത് നമ്മൾ സംഘത്തിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ വിളിച്ചിരുന്നു. ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചാനലിൻ്റെ മുമ്പിലല്ല ഞങ്ങൾ അവതരിപ്പിക്കുക. ഞങ്ങൾ സ്വയംസേവകരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറുന്ന ആൾക്കാരല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള ഉറപ്പ് കിട്ടി? ഞങ്ങൾക്ക് ഉറപ്പില്ല. ഞങ്ങൾ പറയേണ്ടത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ഞങ്ങളുടെ മനസ്സിനുള്ളിലാണ്. അപ്പം മനസ്സിനുള്ളിൽ അലിഞ്ഞു ചേർന്നതാണ് RSS. അപ്പോൾ അത് കൃത്യമായി പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും RSS നേതൃത്വം ഇന്ന് രാവിലെ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, അതിന്റെ പശ്ചാത്തലത്തിൽ അവർക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ അത് കൃത്യമായി നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇനി മറ്റു വിഷയങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ ക്ഷാസേട്ടനുണ്ട്, പ്രമിള ചേച്ചിയുണ്ട്, എല്ലാവരും അവർക്കുള്ളിലുണ്ടായിരുന്ന ആ ഒരു അഭിപ്രായ വ്യത്യാസം അത് നീക്കപ്പെട്ടു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPക്കൊപ്പം, വ്യക്തികൾക്കൊപ്പം അല്ലെ BJPക്കൊപ്പം, ജില്ലാ BJPക്കൊപ്പം എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. വിജയകുമാർ. പാലക്കാട് നഗരസഭയിലെ BJP നേതൃത്വം, അത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ച 24-നൊപ്പം ചേർന്നത്. ഈ വിഷയത്തിൽ അതൃപ്തിയുണ്ട് എങ്കിലും RSS നടത്തിയ സമവായ നീക്കങ്ങളിൽ
തൽക്കാലം അതിനൊപ്പം നിൽക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ വിശദീകരിച്ചത്. പ്രശാന്ത് ശിവനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമോ എന്ന ചോദ്യത്തോട് പ്രശാന്ത് ശിവനൊപ്പമല്ല പാർട്ടിക്കൊപ്പം എന്ന ആവർത്തിച്ചുള്ള മറുപടിയാണ് നേതാക്കൾ പറയുന്നത്. നഗരസഭാ അധ്യക്ഷ ഇന്നലത്തെ നടപടികളെ, നോമിനേഷൻ രീതിയെ പ്രഹസനമെന്ന് ഈ ഘട്ടത്തിലും ഈ സമവായ ചർച്ചകൾക്കൊക്കെ ശേഷവും അതിനെ പ്രഹസനമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തായാലും അതൃപ്തിയുണ്ട്, ശക്തമായ പ്രതിഷേധമുണ്ട്. പക്ഷേ RSS ഇടപെട്ട് നടത്തിയ സമവായ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ തൽക്കാലം കൂടുതൽ നടപടിയിലേക്കില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം പ്രതിഷേധങ്ങൾ തുടരുമ്പോഴാണ് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ സംഘടനാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ഇന്ന് ചുമതലയേറ്റത്. തീരുമാനത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാർ ചടങ്ങിൽ പങ്കെടുത്തില്ല. പ്രശ്നപരിഹാരത്തിനായി RSSന്റെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയായിരുന്നു. പതിനൊന്ന് മണിയോടെ BJP ജില്ലാ സ്ഥലത്തെത്തിയ പ്രശാന്ത് ശിവന് പ്രവർത്തകരുടെ സ്വീകരണം. വരണാധികാരിയായ ഡോക്ടർ പ്രമീള ദേവിയാണ് പാലക്കാട് ഈസ്റ്റ് സംഘടനാ ജില്ലയുടെ അധ്യക്ഷനായി പ്രശാന്ത് ശിവനെ പ്രഖ്യാപിച്ചത്. സംസ്ഥാന ഉപാധ്യക്ഷൻ KS രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. 10:30 നിശ്ചയിച്ച ചടങ്ങിലേക്ക് വൈകിയെത്തിയ പ്രശാന്ത് ശിവനോട് KS രാധാകൃഷ്ണന്റെ ഉപദേശം ഇതായിരുന്നു. ഇത് വളരെ സുഖകരമായ ഒരു പദവിയാണ് എന്ന് കരുതരുത്. ഇത് വളരെ പ്രയാസമുള്ള ഒരു പദവിയാണ്. കാരണം എല്ലാ ഭാഗത്തു നിന്നും വരുന്ന പ്രഷർ സഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രശാന്ത് ശിവന് ഞാൻ ആശംസിക്കുന്നത് വിശ്രമമില്ലാത്ത പകലുകളും ഉറക്കമില്ലാത്ത രാത്രികളുമാണ്. സന്ദീപ് വാര്യർ ഉൾപ്പെടെ BJP വിട്ടുപോയവരെ വിമർശിച്ച് പ്രശാന്ത് ശിവൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. BJP എന്ന് ചുമരിൽ എഴുതി വെച്ചാൽ ആ വീടിനെ ചുട്ടരിക്കാൻ നിൽക്കുന്ന ആളുകളുടെ ഇടയിലും ആ പഞ്ചായത്തിനകത്ത് 100-നടുത്ത് പ്രവർത്തകർ ഇന്നും BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് ഈ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ. അതേസമയം പ്രശാന്ത് ശിവനെ പ്രസിഡന്റാക്കിയതിൽ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കൾ ചടങ്ങിനെത്തിയില്ല. കൗൺസിലർമാർ ഉൾപ്പെടെ സമാന്തര യോഗം ചേർന്നു. RSS നേതൃത്വത്തിന്റെ ഇടപെടലിൽ ഇടഞ്ഞു നിൽക്കുന്നവരെ അണിനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. 24 പാലക്കാട്. സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ്. മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ KPCC നേതൃത്വം സന്ദീപിനെ കൂടി ഉൾപ്പെടുത്തി. പുനഃസംഘടനയിൽ കൂടുതൽ പരിഗണന നൽകുമെന്നും സന്ദീപ് വാര്യർക്ക് KPCC ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പാല വീണ ചെകുത്താനെ പോലെ സന്ദീപ് വാര്യർ നടക്കുന്നു എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പരിഹാസം. അയാൾ തന്നെ പാല വീണ ചെകുത്താനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കേട്ടില്ല, ഈ പാല വീണ ചെകുത്താൻ എന്ന് പറയുന്നത് മലബാറിലെ ഒരു പാല വീണുപോയാലേ ചെകുത്താനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അയാൾ തന്നെ പാല വീണ ചെകുത്താനെ പോലെ നടക്കുകയാണ്. പിന്നെയാണ് അയാളെപ്പോഴും ആരെങ്കിലും പോവോ? കൊടകര കുഴൽപ്പണ കേസിൽ സർക്കാർ പ്രഖ്യാപിച്ച തുടരന്വേഷണം വഴിമുട്ടി. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24നോട് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തുടരന്വേഷണം. കേസിന്റെ തുടരന്വേഷണത്തിൽ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് BJPയെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു തിരൂർ സതീഷ് 24ലൂടെ നടത്തിയത്. സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മൊഴി വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് നിലവിലെ കേസിൽ തിരൂർ സതീഷിന്റെ മൊഴി ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന നിലപാടിൽ അന്വേഷണ സംഘം എത്തിയത്. കൊടകരയിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയതാണ് നിലവിലെ കേസ്. അതിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണ ഇടപാട് ഉൾപ്പെടുത്താനാകില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം വിശദമായ നിയമോപദേശം തേടി. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണ ഇടപാടിൽ ഗൌരവമേറിയ വെളിപ്പെടുത്തലാണ് തിരൂർ സതീഷിന്റേതെന്ന് പോലീസ് കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ മൊഴി അടിസ്ഥാനപ്പെടുത്തി തിരൂർ സതീഷിനെ കൊണ്ട് പ്രത്യേക ഹർജി കോടതിയിൽ സമർപ്പിച്ച് വെളിപ്പെടുത്തലിൽ പുതിയ കേസെടുക്കുന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹർജി സമർപ്പിക്കുമെന്ന് തിരൂർ സതീഷ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ, പുറത്തു പറഞ്ഞ കാര്യങ്ങൾക്ക് പോലീസിന് സഹായകരമാവാണ് ഞാൻ ഹർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞാൻ അതിനോട് സഹകരിക്കുക തന്നെ ചെയ്യും. നിയമോപദേശം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നടപടിയെടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തൃശൂർ. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് ഇന്നു മുതൽ പ്രാബല്യത്തിലായി. എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. എന്നാൽ തീരുമാനത്തിനെതിരെ BJP സഖ്യകക്ഷിയായ JDU രംഗത്തെത്തി. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതോടെ വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം, സ്വത്തവകാശം തുടങ്ങി സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും ഇനി മുതൽ ഒരേ നിയമം. ജാതിയോ മതമോ ലിംഗഭേദമോ സംബന്ധിച്ച് പ്രത്യേക പരിഗണനകൾ ഉണ്ടാകില്ല.
ഭൂമിയിലും സ്വത്തിലും മതം പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യ നിയമം, ശൈശവ വിവാഹ നിരോധനം, സ്ത്രീകൾക്ക് 18, പുരുഷന്മാർക്ക് 21 വിവാഹ പ്രായപരിധി, വിവാഹ ചടങ്ങുകളിൽ മതപരമായ ആചാരങ്ങൾ തുടരാം, എന്നാൽ നിയമപരമായ അനുമതി നിർബന്ധം, ലിവ് ഇൻ ബന്ധങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി, ഇത്തരം ബന്ധങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ സ്വത്തവകാശവും ഉണ്ടാകും, ലിവ് ഇൻ റിലേഷനിലുള്ള സ്ത്രീ പുരുഷനാൽ വഞ്ചിക്കപ്പെട്ടാൽ ജീവനാംശം നൽകണം, സാക്ഷ്യപത്രത്തിൽ വീഴ്ച വരുത്തുകയോ തെറ്റായ വിവരം നൽകുകയോ ചെയ്താൽ 3 വർഷം വരെ തടവോ 25,000 രൂപ വരെ പിഴയോ ലഭിക്കും. ഉത്തരാഖണ്ഡിൽ താമസിക്കുന്ന എല്ലാവർക്കും സംസ്ഥാനത്തിന് പുറത്തു കഴിയുന്ന ഉത്തരാഖണ്ഡുകാർക്കും നിയമം ബാധകം. UCC പോർട്ടലിൽ ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാവുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ നടപടിയിൽ അതൃപ്തി അറിയിച്ച് JDU രംഗത്തെത്തി. എല്ലാ മതങ്ങളുടെയും പാരമ്പര്യത്തെ ബഹുമാനിക്കണമെന്ന JDU. ഏക സിവിൽ കോഡിലൂടെ BJP ഒരു കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വയ്ക്കുകയാണെന്ന് RJDയും വിമർശിച്ചു. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന വിവരം, ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നു എന്നതാണ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ ഏക സിവിൽ കോഡ് സംബന്ധിച്ച ഒരു പോർട്ടൽ അല്പസമയം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇതോടെ UCC അത് നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തുടരും. 10 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 46 അംഗ ജില്ലാ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിൽ പാർട്ടിക്ക് വീഴ്ചയില്ല എന്ന് CPM എറണാകുളം ജില്ലാ സമ്മേളനം വിലയിരുത്തി. സ്വന്തം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതിൽ തെറ്റില്ലെന്നാണ് സമ്മേളന പ്രതിനിധികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞത്. കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. പാർട്ടിയെ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഇത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ആവശ്യം. ജില്ലയിലെ നേതാക്കൾക്ക് പലർക്കും ഫോൺ മാനിയെന്നും പ്രതിനിധികൾ പരിഹസിച്ചു. താടിയും മീശയും വടിക്കുന്നത് പോലും വാർത്തയാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നായിരുന്നു വിമർശനം. ഘടകകക്ഷിയായ CPIക്കെതിരെയും അതിരൂക്ഷ വിമർശനമുയർന്നു. പലപ്പോഴും CPI നല്ല വെള്ള ചമയാൻ ശ്രമിക്കുന്നു. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിനൊപ്പം സഞ്ചരിക്കുന്ന നിലപാട് ശരിയല്ലെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. 3 ദിവസം നീണ്ടുനിന്ന എറണാകുളം ജില്ലാ സമ്മേളനം ഇന്ന് അവസാനിക്കും. CN മോഹനൻ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരും. 24 കൊച്ചി. മറ്റൊരു പ്രധാന റിപ്പോർട്ട്. അവഗണനയിൽ പ്രതിഷേധിച്ച് NDA വിടാൻ BDJSനുള്ളിൽ ആവശ്യം ശക്തം. കോട്ടയം ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച് പ്രമേയവും പാസാക്കി. വിഷയം ചർച്ച ചെയ്യാൻ BDJS സംസ്ഥാന നേതൃയോഗം വിളിച്ചു. എന്നാൽ BDJS NDA വിടില്ല എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. ഇന്നലെ കോട്ടയത്ത് ചേർന്ന ജില്ലാ ഭാരവാഹികളുടെ നേതൃയോഗത്തിലാണ് മുന്നണി വിടണമെന്ന ആവശ്യമുയർന്നത്. തുഷാർ വെള്ളാപ്പള്ളി വേദിയിലിരിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റ് MP സെൻ ഇക്കാര്യം ഉന്നയിച്ചു. 9 വർഷമായി BJPയിൽ നിന്നും NDAയിൽ നിന്നും അവഗണന നേരിടുകയാണ്. മറ്റു മുന്നണികൾ BDJSനെ സ്വീകരിക്കാൻ തയ്യാറെന്നും ചർച്ച. നമുക്ക് നിരാശ വന്നത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മളെ സ്നേഹിച്ചു കൂടെ നിർത്തി ചേർത്ത് നിർത്തേണ്ടവർ നമ്മളെ ചേർത്ത് നിർത്തിയില്ല എന്നുള്ള വലിയ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോട്ടയം പാർലമെന്റിൽ തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കാതിരുന്നത് ഒപ്പമുള്ളവർ സഹായിക്കാതിരുന്നതിനാലാണെന്നും കോട്ടയം ജില്ലാ നേതൃത്വത്തിന്റെ വിമർശനം. NDAയിൽ നിന്ന് പുറത്തു പോകണമെന്ന BDJS ഒരിക്കലും തീരുമാനമെടുക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. BDJSന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ NDA ചേർന്നത്. അത് BDJS അത്തരം തീരുമാനമെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ നേതൃത്വം നൽകുന്ന ഒരു സംഘടന. മുന്നണി വിടണമെന്ന ആവശ്യം ശക്തമായതോടെ സംസ്ഥാന നേതൃയോഗം വിളിച്ചു. 1-ാം തീയതി ചേർത്തലയിലാണ് നേതൃയോഗം. കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് മാത്രമല്ല മറ്റ് ജില്ലാ കമ്മിറ്റികൾക്കും മുന്നണി വിടണമെന്ന ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. തെരഞ്ഞെടുപ്പുകൾ അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ BDJSന്റെ ഈ നിലപാട് NDA സഖ്യത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. കോഴിക്കോട് കൊയിലാണ്ടിയിൽ തിരയിൽപ്പെട്ട് മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു ജന്മനാട്. മരിച്ച 4 പേരിൽ 3 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. CPM ലോക്കൽ കമ്മിറ്റി അംഗമായ ബിനീഷിന്റെ മൃതദേഹം ഇപ്പോൾ കൽപ്പറ്റ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കൽപ്പറ്റ സ്വദേശികളായ അനീസ, വാണി, ബിനീഷ്, ഫൈസൽ എന്നിവരാണ് ഇന്നലെ മരിച്ചത്. വിപിൻ C വിജയൻ കൽപ്പറ്റയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, അതിദാരുണമായ സംഭവം, അതിൻ്റെ ഞെട്ടലിൽ, അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ നാട് ഇതുവരെ മുക്തമായിട്ടില്ല. എന്താണ് മറ്റു വിവരങ്ങൾ വിപിൻ?
വിജയകുമാർ, ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത വലിയ ഒരു നടുക്കത്തിൽ തന്നെയാണ് ഈ നാടുള്ളത്. ഇപ്പോൾ ഉള്ളത് കൽപ്പറ്റ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെയാണ് ബിനീഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. അദ്ദേഹം CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ DYFIയുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമാണ്. സജീവമായിട്ടുള്ള പ്രവർത്തകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വരുന്ന ഓരോരുത്തരും കണ്ണീരണിഞ്ഞ് അത്രത്തോളം വേദനയിലാണ്. ഇന്നലെ ഇപ്പോൾ ഈ 4 പേരുടെയും മൃതദേഹം വയനാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. 3 പേരുടെ സംസ്കാരം ഇന്ന് വൈകിട്ടോടെ ഉണ്ടാകും. ബിനീഷിന്റെ ഭാര്യ ഇസ്രായേലിലാണ് ഉള്ളത്, അവിടെയാണ് ജോലി. അപ്പോൾ അവർ നാട്ടിലെത്തിയതിനു ശേഷം മാത്രം നാളെ വൈകിട്ടോടെ ആയിരിക്കും ആ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. ഇന്ന് 4 മണിവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാവുകയും ചെയ്യും. ഇന്നലെ രാവിലെയാണ് ഈ കടൽ ബീച്ച് കാണാനും കോഴിക്കോടിലെ മറ്റ് പ്രദേശങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി വിനോദസഞ്ചാരത്തിന് വേണ്ടി ഇവിടെ നിന്ന് 26 അംഗ ജിമ്മിൽ നിന്നുള്ള ടീം പോയത്. അതിൽ നിന്ന് ഈ 5 പേർ കടലിലേക്ക് ഇറങ്ങി കുളിക്കുകയായിരുന്നു. ആ സമയത്ത് ഏകദേശം 1 മണിക്കൂറോളം അവർ കടലിൽ കളിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ജിൻസി തന്നെ ഇന്ന് രാവിലെ നമ്മളോട് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് തന്നെ വലിയ 2 തിരമാലകൾ വന്നപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ 4 പേരും കടലിലേക്ക് അകപ്പെടുകയായിരുന്നു. അവരെ രക്ഷിക്കാൻ കഴിഞ്ഞതുമില്ല. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്. തിക്കോടി ബീച്ചിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് കൂടി ഇവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ മരിച്ച അനീസ എന്ന് പറഞ്ഞവർ അവർ വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമായിരുന്നു. ജിമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിറ്റ്നസിൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതാണ്. അതിൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ ഇവിടേക്ക് വരികയായിരുന്നു. അതിൻ്റെ ഒരു പ്രാക്ടീസിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ വിദേശത്തേക്ക് പോകുന്നതിന് തൊട്ട് മുൻപാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും വാണിയുടെ കാര്യമായാലും ഫൈസൽ ഇവിടെ ഒരു ഹോട്ടൽ നടത്തുകയായിരുന്നു, ഹോം സ്റ്റേ നടത്തുകയായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ചും വലിയ വേദന, അതിൻ്റെ ഒരു ഞെട്ടൽ ഓരോ പ്രദേശത്തും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗത്തിൽ തേങ്ങുകയാണ് ഇപ്പോഴും ഈ നാട്. വിജയകുമാർ. CPM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ബിനീഷ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കൽപ്പറ്റ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കൽപ്പറ്റ സ്വദേശികളായ അനീസ, വാണി, ബിനീഷ്, ഫൈസൽ എന്നിവരാണ് ഇന്നലെ മരിച്ചത്. വിപിൻ C വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് തിക്കോടിയിൽ തിരയിൽപ്പെട്ട് 4 പേർ മരിച്ച സംഭവത്തിന് അതിന്റെ നടുക്കം പങ്കുവയ്ക്കുകയാണ് രക്ഷപ്പെട്ട ജിൻസി. ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. 2 വലിയ തിരമാലകൾ വന്ന് വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പ്രദേശത്ത് ഒരു ജാഗ്രതാ ബോർഡ് പോലും ഉണ്ടായിരുന്നില്ല എന്നും ജിൻസി പറഞ്ഞു. 5 പേരും കൂടെ കൈ കോർത്ത്, രസമാണല്ലോ, കൈ കോർത്തനെ നിന്ന് തിരമാല വന്നിങ്ങനെ അടിച്ചടിച്ച് പോകുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ശക്തി കൂടുന്ന പോലെ ഉണ്ട്, നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആണുങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പിന്നെ നമുക്ക് ഇവിടുത്തെ നിൽക്കാം, അങ്ങനെ ഒന്നും ആവൂല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കൂടെ ഉള്ള അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോവുക, കാരണം ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, ഡ്രസ്സൊക്കെ ഉണങ്ങിയാലല്ലേ വണ്ടിയിലും കയറ്റുള്ളൂ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ കൂടെയുള്ള താത്ത പറഞ്ഞു നമുക്ക് ഒരു മുങ്ങലും കൂടെ മുങ്ങാം. ആ ലാസ്റ്റ് മുങ്ങല് ഞാൻ രക്ഷപ്പെടും ഞാൻ തീരെ വിചാരിച്ചില്ല. കാരണം ഇവർ മുങ്ങി മരിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ മുങ്ങി പോയിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തിയും കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ മുങ്ങിപ്പോയി. ഞാൻ മുങ്ങുമ്പോഴത്തേക്കും ഒരു ചേട്ടൻ വേഗം വന്ന് രക്ഷിച്ചതിൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവരെ കൂട്ടത്തിൽ ഞാനും കൂടെ ഉണ്ടാവുമായിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ മധ്യവയസ്കനെ പട്ടാപ്പകൽ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ആൾക്കൂട്ട വിചാരണയുടെയും ആക്രമണത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു. സംഭവത്തിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും CPIM നേതാവുമായ അബ്ദുറഹിമാൻ ഉൾപ്പെടെ 5 പേർ ഒളിവിലാണ്. പുതുപ്പാടി വയനാടൻകുന്ന് സ്വദേശി കുഞ്ഞിമൊയ്തീനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകിയത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും CPIM പുതുപ്പാടി മലപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗവുമായ അബ്ദുറഹിമാനാണ്. അബ്ദുറഹിമാന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ അനസ് റഹ്മാൻ, ഉബൈദ്, പൊന്നൂട്ടൻ, ഷാമിൽ എന്നിവരാണ് മറ്റു പ്രതികൾ. അബ്ദുറഹിമാന്റെ ബന്ധുവിനോട് മോശമായി പെരുമാറിയെന്ന കേസിൽ റിമാൻഡ് കഴിഞ്ഞിറങ്ങിയ കുഞ്ഞുമൊയ്തീനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. 10-70 ദിവസം ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ പെങ്ങളെ വീട്ടിൽ പോയി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ജീപ്പുമായിട്ട് 5-6 ഗുണ്ടകൾ വന്നിട്ട് എന്നെ പിടിച്ച് ബലമായിട്ട് കൈ കെട്ടിക്കണ്ട് ജീപ്പ് കയറ്റി കാവുമ്പുറം അങ്ങാടി കൊണ്ട്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാവുമ്പുറം അങ്ങാടി കൊണ്ട് വെച്ച് ഒരു പോസ്റ്റിൻ്റെ മുകളിൽ എന്നെ കെട്ടിയിട്ട് കണ്ട് അവർ കണ്ടമാൻ എന്നെ അടിച്ച് ആസ്പത്രിയിൽ കാണിച്ചപ്പോൾ ENT കാണിക്കാൻ വേണ്ടി പറഞ്ഞ തലക്ക് നല്ല മരുക്കുണ്ട്, തലൻ്റെ ഉള്ളിൽ ഞരമ്പിലൊക്കെ ഏറ്റവും മരുക്കുണ്ട്, അത് ENT കാണിക്കാൻ പറഞ്ഞു. അവിടുന്ന് കാണിച്ച് കണ്ട് പോകുന്നതാണ്. ഇനി ENT കാണിക്കണം. പിന്നെ എൻ്റെ
എനിക്ക് അല്ലേ തന്നെ കണ്ണ് ശരിക്കും കാണൂല, ഗ്ലാസ്സൊക്കെ അവർ അടിച്ചുടച്ച്. നടുറോട്ടിൽ പട്ടാപ്പകൽ നടത്തിയ ആൾക്കൂട്ട വിചാരണയുടെയും അക്രമത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 കോഴിക്കോട്. നമ്മൾ ഒരിക്കൽ കൂടി പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാട് നെന്മാറയിൽ ഇരട്ടക്കൊലപാതകം നടത്തിയ ചെന്താമര എപ്പോഴും സംശയത്തോടെ ആളുകളോട് പെരുമാറുന്ന സ്വഭാവക്കാരനാണെന്ന് നാട്ടുകാർ. ചെന്താമരയുടെ ഈ സംശയമാണ് 5 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. നാട്ടുകാരുമായി അടുപ്പമില്ലാത്ത ചെന്താമരയുടെ നീക്കങ്ങളെല്ലാം ദുരൂഹത നിറഞ്ഞതായിരുന്നു. അതായത് ഈ മനുഷ്യൻ, ഈ ചെന്താമര പറയുന്ന മനുഷ്യന്റെ വീട്ടിന് മുമ്പത്താണ് ഈ സരിത പറഞ്ഞ പെൺകുട്ടിയുടെ വീട്. നേരത്തെ കൊലപാതകം നടന്നില്ലേ, സരിത എന്ന പെൺകുട്ടിയുടെ വീട്. പക്ഷെ ഇയാളുടെ വീട്ടിന് മുമ്പത്ത് ഇയാളല്ലാതെ വേറൊരാൾ പുതിയ ഡ്രസ്സും മറ്റു സംഭവങ്ങളൊന്നും ഇട്ട് വെളിയിൽ പോകാൻ പറ്റില്ല. പ്രത്യേക മാനസികമായിട്ടുള്ള ഒരു രോഗിയാണ് ഇയാൾ. ഈ കൊലയാളി പ്രത്യേകിച്ച് ഒരു സൈക്കോയാണ്. ഒരു പ്രത്യേകമുള്ള ഒരു മൈൻഡാണ് മൂപ്പർക്ക്. അതായത് മൂപ്പന്റെ കൂടെ ആളുടെ ഭാര്യ, മക്കൾ, ഫാമിലീസ് ഒന്നുമില്ല, എല്ലാവരും ഇട്ടെറിഞ്ഞു പോയി. അയൽക്കാരെ എപ്പോഴും സംശയത്തോടെയാണ് ചെന്താമര നോക്കുന്നത്. പലരോടും പക. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരെന്ന് ചെന്താമര എപ്പോഴും കരുതി. ചെന്താമരയുടെ ഈ സംശയമാണ് 5 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. ചെന്താമരയുടെ ഭാര്യയും കുട്ടികളും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ സഹികെട്ട് പിരിഞ്ഞായിരുന്നു താമസം. ഇതിന് കാരണം സജിതയാണെന്നായിരുന്നു ചെന്താമരയുടെ സംശയം. ആ സമയം സുധാകരന് തിരുപ്പൂരിലായിരുന്നു ജോലി. സുധാകരന്റെയും സജിതയുടെ മക്കൾ സ്കൂളിലും. ഈ സമയം നോക്കിയാണ് സജിതയെ ചെന്താമര വെട്ടിക്കൊന്നത്. കൊലപാതക ശേഷം ചെന്താമര മലമുകളിലെ കാട്ടിലൊളിച്ചു. തന്ത്രപരമായാണ് അന്ന് പോലീസ് ചെന്താമരയെ പിടികൂടിയത്. ചെന്താമരയുടെ പക എന്നിട്ടും അടങ്ങിയില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി. അവസരം കാത്തിരുന്ന് സുധാകരനെയും മീനാക്ഷിയെയും കൊലപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് പുതുക്കിയ മദ്യവില നിലവിൽ വന്നു. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വിവിധ ബ്രാൻഡുകൾക്ക് വില കൂടിയത്. മദ്യകമ്പനികളുടെ ആവശ്യത്തിന് വഴങ്ങി മദ്യവില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. 62 കമ്പനികളുടെ 341 ബ്രാൻഡുകൾക്കാണ് വില കൂടിയത്. പുതുക്കിയ മദ്യവില വിവരപ്പട്ടിക ബെവ്കോ പുറത്തിറക്കി. 999 രൂപ വരെയുള്ള മദ്യത്തിന് 20 രൂപയും 1000-ന് മുകളിൽ 40 രൂപയുമാണ് കൂട്ടിയത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും വൈനിനും വില വർദ്ധിപ്പിച്ചു. ബെവ്കോ നിയന്ത്രണത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ജവാൻ റം വില 640 രൂപയിൽ നിന്ന് 650 ഉയർത്തി. ബിയറുകൾക്ക് 20 രൂപ വരെ വില കൂട്ടി. പ്രീമിയം ബ്രാൻഡുകൾക്ക് 130 വരെ കൂടി. 15 മാസത്തിന് ശേഷമാണ് മദ്യവില വർധന. അതേസമയം വില കുറയ്ക്കാനും തീരുമാനമുണ്ട്. 45 കമ്പനികളുടെ 107 ബ്രാൻഡുകൾക്ക് വില കുറയും. 2022 നവംബറിൽ മദ്യത്തിന്റെ വിൽപ്പന നികുതി ശതമാനം കൂട്ടിയിരുന്നു. 2023-24 ബഡ്ജറ്റിൽ സെസ്സും ഏർപ്പെടുത്തിയിരുന്നു. ബെവ്കോയും മദ്യക്കമ്പനികളും തമ്മിലുള്ള റേറ്റ് കോൺട്രാക്ട് അനുസരിച്ചാണ് മദ്യവില നിശ്ചയിക്കുന്നത്. ഓരോ വർഷവും വിലവർധന കമ്പനികൾ ആവശ്യപ്പെടാറുണ്ട്. ചില വർഷങ്ങളിൽ വില കൂട്ടി നൽകും. മദ്യത്തിന്റെ ഉൽപ്പാദനത്തിന് ചെലവ് കൂടിയെന്ന മദ്യക്കമ്പനികളുടെ ആവശ്യം ന്യായമാണെന്ന സർക്കാർ നിലപാട് അംഗീകരിച്ചാണ് ബെവ്കോ മദ്യവില കൂട്ടിയത്. 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മാധ്യമപ്രവർത്തകരുമായി ചർച്ച നടത്തി. ബജറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയായിരുന്നു ചർച്ച. സാമ്പത്തിക വളർച്ചയിൽ ഊന്നിയുള്ള കാഴ്ചപ്പാടായിരിക്കും ബജറ്റിൽ പ്രഖ്യാപിക്കുകയെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. വളർച്ചയുണ്ടായാൽ മാത്രമേ വികസന ക്ഷേമ കാര്യങ്ങൾക്ക് പണം ലഭ്യമാക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് വലിയ തോതിൽ വലിയ വെട്ടിക്കുറവ് നേരത്തെ തൊട്ടേ വന്നിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക പാക്കേജുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വയനാട് പോലെയുള്ള ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വയനാടിന് ഒരു പ്രത്യേക പാക്കേജ്, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ചുരൽമല മുണ്ടക്കൈ പ്രദേശത്തെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഏറ്റവും പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ. ഇപ്പോൾ മറ്റൊരു പ്രധാന വാർത്ത വരുന്നത് പാലക്കാട് നെന്മാറയിൽ ഇരട്ടക്കൊലപാതകമുണ്ടായിടത്ത് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. പ്രതി ചെന്താമരയ്ക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല എന്ന് നാട്ടുകാർ പറയുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും. ആ സംഭവ സ്ഥലത്തുണ്ട് സൂരജ് സജി. സൂരജ്, അതിൽ നാട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. തന്നെയുമല്ല, ഈ കൃത്യത്തിന് ശേഷം പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തല്ലോ. എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത്? പോലീസിനെതിരെയാണോ പ്രതിഷേധം?
പാലക്കാട് നെന്മാറയിൽ ഇരട്ടക്കൊലപാതകമുണ്ടായിടത്ത് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. അവർ പറയുന്നത് ഈ പ്രതി ചെന്താമരയ്ക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസ് അത് ഗൗരവമായി എടുത്തില്ല, അതിൽ നടപടിയുണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. തന്നെയുമല്ല, പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ നെല്ലിയാമ്പതി മലനിരകളിലേക്കാണ് ഓടിക്കയറിയത്. അവിടെ കാട്ടിൽ അയാൾ ഒളിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നു. നേരത്തെ ഇയാൾ 2019 ഒരു കൊലപാതകം നടത്തിയപ്പോഴും ഏതാണ്ട് അതേ ഭാഗത്ത് തന്നെയാണ് ഒളിച്ചത്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, എന്താണ് നാട്ടുകാരുടെ പരാതി? ഈ പ്രതിയെ പിടികൂടിയില്ല എന്നതാണോ, അതല്ല ഇയാൾക്കെതിരെ പരാതിപ്പെട്ടിട്ടും പോലീസ് അത് ഗൗരവമായി എടുത്തില്ല എന്നാണോ പരാതി? വിജയകുമാർ, എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഇരട്ടക്കൊലപാതകം നടന്ന വീട് അവിടെയാണ്. അതിന് സമീപത്തെ വീട്ടിലാണ്. ഇവരുടെ ബന്ധുക്കളടക്കം ഇവിടെ ഉണ്ട്. വലിയ രീതിയിൽ ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഇവര് എല്ലാവരും ഉള്ളത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, ആലത്തൂർ ഡിവൈഎസ്പിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. മകളാണ് ചേച്ചി, എന്താ പറ്റിയത്? എന്തായിരുന്നു? ഞാൻ അച്ഛനും കൂടി ക്ഷേമനിധി കെട്ടാൻ വേണ്ടി പോവാൻ നിൽക്കായിരുന്നു. അച്ഛനെ ഞാൻ സ്റ്റാൻഡ് എത്തിയിട്ട് കുറെ വിളിച്ചു എടുത്തില്ല. അപ്പൊ വണ്ടി ഓട്ടിക്കായിരിക്കും പറഞ്ഞിട്ട് വിട്ടു. എന്നിട്ട് വിനിത ചേച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് വാ പെട്ടെന്ന് വീട്ടിൽ പോണം പറഞ്ഞു. അച്ഛൻ എനിക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ നടക്കുന്ന. അയാൾ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്താണ്, നാട്ടുകാരും കൊടുത്തു, നാട്ടുകാർ പറ്റുള്ളവരുണ്ട്, ഞാനും പോയി കൊടുത്തു. അയാളും പിന്നെയും അതിൻ്റെ ഉള്ളിൽ ഇരുത്തി വളർത്തുന്നുണ്ട്. ഇനിയും എന്താ ഇത് കഴിഞ്ഞാൽ ജയിലിലേക്ക് പോകും, അതേപോലെ തിരിച്ചിങ്ങോട്ട് വരും. ഇനി ചിലപ്പോൾ പുഷ്പ ചേച്ചിയായിരിക്കും, അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇനി ചിലപ്പോൾ ഞാനായിരിക്കും. ഇനി ഞാനല്ല വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ കൂടെ ഓടി വരുന്നത്. ഇന്നലെ എന്താ എനിക്ക് വരാൻ പേടി പറഞ്ഞിട്ട് ഞാൻ വരാണ്ടിരുന്നാണ്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ അങ്ങനെ കടക്കുണ്ടാവില്ല. 29-ാം തീയതി ഞാൻ പോയി പരാതി കൊടുത്തു. അതിന് മുൻപ് ഈ പുഷ്പ ചേച്ചി അപ്പുറത്തെ വീട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുഷ്പ ചേച്ചി പോയി പറയുന്നുണ്ട്. 2 കൊല്ലം കൂടുമ്പോൾ പോലീസ് മാറണു പറഞ്ഞിട്ട് അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല പറഞ്ഞു. അയാൾ ചോദിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. എന്ത് ചോദിച്ചിട്ട് രാവിലെ കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇതാക്കി. അതേപോലെ വൈകുന്നേരത്തെ അയാൾ വന്നു. ഇനി എന്താ എൻ്റെ അച്ഛൻ പോയി, അച്ഛമ്മയും പോയി, എന്ത് ഇനി ആൾക്കാർക്ക് പോയി, ഇനി ഞാനാണ് തോന്നുന്നു. ഇനി അയാളെ 4 കൊല്ലം ജയിലിലിരുത്തിട്ട് പിന്നെയും പിടി. എന്നിട്ട് ഇവിടുത്തെ ഓരോരുത്തർ ആൾക്കാരിനെ കൊന്നുകൊണ്ടേ ഇരിക്കും. അതല്ലേ നടക്കാൻ പോണത് ഇവിടെ. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇയാൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയായിരുന്നോ? അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഓരോന്നോരോന്നും അവിടെ ആക്കുന്നുണ്ട്. എനിക്ക് പേടിയായിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരിക്കണില്ല. നിങ്ങൾ പരാതി കൊടുത്തിരുന്നു? ഞാൻ 3 പ്രാവശ്യം പോയി സാറേ പരാതി പറഞ്ഞു. 3 പ്രാവശ്യം പെറ്റീഷൻ എഴുതി ഇവിടെ എല്ലാവരും ഒപ്പിട്ട് പോയി. പിന്നെ 2 പ്രാവശ്യം പോയപ്പോൾ അവർ പറഞ്ഞു നിന്നെ കൈ കൊണ്ട് കാണിക്കണം, കാല് കൊണ്ട് കാണിക്കണം, കണ്ണാടി ഒന്നും ചെയ്യണില്ലല്ലോ, അയാളുടെ പട്ടി ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പോകാ പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് കൊന്നതാണ്. 5 വർഷം മുന്നേ ഈ കുട്ടിൻ്റെ അമ്മനെ കൊന്നതാ. അപ്പോഴും ഇതേപോലെ കൊണ്ടുപോയി ജയിൽ ശിക്ഷ കഴിഞ്ഞ് 2 മാസമായി അയാൾ ഇവിടേക്ക് വന്നപ്പോൾ അയാൾക്ക് ഭീഷണി സ്വരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇവർ അയൽപക്കക്കാർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരുടെയൊക്കെ സൈൻ മേടിച്ച് കൊടുത്തപ്പോൾ ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു. അപ്പോൾ ആ പോലീസുകാർ പറയായിരുന്നു അയാൾ എന്തെങ്കിലും നിങ്ങളെ ഭീഷണി സ്വരത്തിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താണ് അയാൾ ജയിൽ ശിക്ഷ കഴിഞ്ഞ് അയാളുടെ വീട്ടിലേക്കല്ലേ വന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ചെയ്തിട്ടാണ് അയാൾ ലൈറ്റ് ഇടില്ല, രാത്രി ലൈറ്റ് ഒന്നും ഇടില്ല, ആ ജനാലിന്റെ ഉള്ളിൽ ഇങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ സൂരജിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്താണോ നാട്ടുകാർ ഈ തരത്തിൽ പരാതി കൊടുത്തത്? അതായത് ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഇയാൾ പ്രശ്നം ഉണ്ടാക്കുമെന്നൊരു പരാതി കൊടുത്തത്? എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരം വിഷയങ്ങൾ ഈ ജാമ്യം കൊടുക്കുന്ന ഘട്ടത്തിൽ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാത്തത് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ സൂരജ്. 2-3 ജീവനല്ലേ പോയത്. തീർച്ചയായും, അതായത് ഈ കൊല്ലപ്പെട്ട ആളുടെ മകളാണ് നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ 29-ാം തീയതി അടക്കം പോലീസിന് പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് ഇതിൽ ഒരു ഗൗരവമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ 2 വർഷമൊക്കെ കൂടുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മാറിപ്പോകുന്നു. അതിനുശേഷം ഇവർ ഈ പരാതിയുമായി, അതായത് ഇയാളെ സംബന്ധിച്ചുള്ള ആശങ്കയുമായി ഇത്തവണ ചെന്നപ്പോഴൊന്നും ഇവർ മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെയും ഇയാൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന, അല്ലെ, ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ആരുടെ അടുത്ത് എന്തൊക്കെയോ പറയേണ്ടി പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കണില്ല, എനിക്ക് അയാളെ കാണുന്നതേ പേടിയാണ്. അന്നൊരിക്കൽ ഞാൻ കഴിഞ്ഞ എപ്പോഴും ഞായറാഴ്ച വന്നിട്ട് എനിക്ക് രാത്രി ഉറക്കമൊന്നും ഇല്ലാണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ പോയതാണ്. ഇന്നലെ അച്ഛൻ വിളിച്ചിട്ട് വാ മകനെ പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല പറഞ്ഞിട്ടാണ് ഞാൻ പേടിച്ചിട്ട് അയാളെ വന്നില്ല. അങ്ങനെയാണ് അയാള്. ഇനി ഓരോരുത്തരനെ കൊല്ലും പറഞ്ഞിട്ട്
വിജയകുമാർ, അത് തന്നെയാണ്. അതായത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പലതവണ ഈ പരാതിപ്പെട്ടതാണ്. പരാതിപ്പെട്ടെങ്കിൽ പോലീസ് അതിനകത്തൊരു മുഖവിലക്കെടുക്കുന്ന ഒരു നടപടി ഉണ്ടായില്ല. അതാണ് ഈ ഇത്തരം ഒരു ദാരുണമായ 2 ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും ഇദ്ദേഹം ഈ വീടിനകത്തിരുന്ന് പ്രതി ഇവരെ എല്ലാവരെയും നോക്കി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കത്തി കൊണ്ടൊക്കെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഒരു പ്രദേശവാസി കൂടി നമുക്കൊപ്പം ചേരും. എന്താ സംഭവിച്ചത് എന്തായിരുന്നു? 2019 ഇവിടെ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്. ഇന്ന് മരണപ്പെട്ട സുധാകരൻ്റെ ഭാര്യയെ അന്ന് ഈ ചെന്താമര കൊല്ലുകയായിരുന്നു. അതിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ചെന്താമരയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു തർക്കം ഇരു കുടുംബങ്ങളും തമ്മിൽ നടക്കുകയും അതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇന്ന് സുധാകരൻ്റെ ഭാര്യയെ ചെന്താമര അന്ന് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം ജയിലിലായി. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 1 മാസം മുമ്പ് പരോളിലിറങ്ങിയ ശേഷമാണ് പഴയ വൈരാഗ്യം വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ ഇന്ന് അതിക്രൂരമായ രീതിയിൽ 2 പേരെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം സുധാകരനെ കൊലപ്പെടുത്തുകയും അത് കണ്ട് വീട്ടിനകത്ത് ഓടി വന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മാതാവിനെ രണ്ടാമതും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്ത് തികഞ്ഞ അനാസ്ഥയുണ്ട് എന്ന് തന്നെയാണ് പരിസരവാസികളൊക്കെ പറയുന്നത്. ഈ കക്ഷിക്ക് സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ പോലും നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് കടന്നു വരരുത് എന്നുള്ള വ്യവസ്ഥയോടുകൂടിയാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ആ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് പ്രതി കഴിഞ്ഞ 1 മാസക്കാലമായി ഈ പ്രദേശത്ത് ചുറ്റിത്തിരിക്കുകയും ആ മുൻവൈരാഗ്യം തന്നെ നിലനിർത്തിക്കൊണ്ട് വൈരാഗ്യബുദ്ധിയോടുകൂടി ഇന്ന് രാവിലെ ഈ 2 കൊലപാതകങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സംഭവത്തിന് ശേഷം പ്രതി നെല്ലിയാമ്പതി കാട്ടിലേക്ക് ഓടിക്കയറിയെന്നാണ് പറയപ്പെടുന്നത്. മൃതദേഹങ്ങളിൽ ഒന്ന് പാലക്കാട് ആശുപത്രിയിലും ഒന്ന് സംഭവ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. വിജയകുമാർ, ഇതാണ് ഈ പ്രദേശവാസികളും നാട്ടുകാരും ഒക്കെയാണ് നമുക്കൊപ്പം ചേരുന്നത്. അതിൽ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, അതായത് ഈ ജാമ്യ വ്യവസ്ഥയിൽ തന്നെ പറഞ്ഞിരുന്നു, അതായത് ഈ പ്രതി ഈ സ്റ്റേഷൻ പരിധിയിലേക്ക് വരരുത്, അതായത് ഇവരുടെ വീടിരിക്കുന്ന സ്റ്റേഷൻ പരിധിയിലേക്ക് വരരുത് എന്ന കർശന ഉപാധി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജാമ്യ ഉപാധി ലംഘിച്ചുകൊണ്ടാണ് പ്രതി ഇവരുടെ സമീപത്തെ വീട്ടിൽ വീണ്ടും താമസം തുടർന്നത്. ആ സമയത്ത് കഴിഞ്ഞ 29-ാം തീയതി അടക്കം ഈ കുടുംബം പരാതി നൽകുന്നു. വലിയ രീതിയിൽ ആശങ്കയുണ്ട്. ഈ പ്രതി ഭീഷണിപ്പെടുത്തുന്നടക്കം സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ആലത്തൂർ പോലീസിന് പരാതി നൽകുന്നു. പക്ഷേ ഈ പോലീസ് ഇത് മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ 2 ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളത് നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നു. അവരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം തന്നെയാണുള്ളത്. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജാഗ്രത ഉണ്ടാകാതെ പോയത് തന്നെയാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ 2 ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ജാമ്യവ്യവസ്ഥ അടക്കം പ്രതി ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകുന്നു. പക്ഷേ ആ പരാതി മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് രാവിലെ ഈ ചെന്താമര എന്ന് പറയുന്ന നേരത്തെ ഒരു കൊലപാതകം ചെയ്ത പ്രതി ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നതും ഈ സുധാകരനെ കൊലപ്പെടുത്തുന്നതും. സുധാകരനെയാണ് ആദ്യം കൊലപ്പെടുത്തുന്നത്. പിന്നീട് ഈ സുധാകരൻ എന്നെ കൊലപ്പെടുത്തി സുധാകരന്റെ ഈ ശബ്ദം കേട്ടാണ് അകത്തുണ്ടായിരുന്ന മാതാവ് ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്ന സമയത്ത് ഈ മാതാവ് മീനാക്ഷിയെയും കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മീനാക്ഷി എന്ന ലക്ഷ്മിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് അവർ പറയുന്നത് പലതവണ പോലീസിന് പരാതി നൽകിയതാണ്. പക്ഷേ ഈ പരാതിയൊന്നും പോലീസ് മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല. അത് തന്നെയാണ് ഈ 2 ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത്. ഇതിനുശേഷം നെല്ലിയാമ്പതിയിലെ ഉൾക്കാട്ടിലേക്ക് ഈ പ്രതിയായിട്ടുള്ള ചെന്താമരൻ കടന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ വനമേഖല അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വനവകുപ്പിന്റെ അടക്കം ഉദ്യോഗസ്ഥരുടെ സഹായം തേടിക്കൊണ്ട് ഒരു തിരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട് അതിർത്തിയാണ് ഈ മേഖല എന്ന് പറയുന്നത്. സ്വാഭാവികമായും പ്രതി തമിഴ്നാട്ടിലേക്ക് അടക്കം കടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതും പോലീസ് തള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു തിരച്ചിലേക്ക് കടക്കുന്നു. അല്പം മുമ്പ് ആലത്തൂർ ഡിവൈഎസ്പിയുമായി നമ്മൾ സംസാരിച്ചതാണ്. ഡോഗ് സ്ക്വാഡിനടക്കം എത്തിച്ചുകൊണ്ട്, അതായത് ഈ വനാതിർത്തികളിലേക്ക് അടക്കം അല്പസമയത്തിനകം ഈ വീട്ടിലേക്ക് ഡോഗ് സ്ക്വാഡ് എത്തും. അതിനുശേഷം സുധാകരൻ കൊണ്ടുവന്ന ശേഷം ബോഡി വിടുകയുള്ളൂ. ബോഡി വിട്ടു കൊടുക്കണം, പ്രശ്നമില്ല. അവനെ എത്തിക്കണം, 24 hours അവരെ എത്തിക്കണം. എന്നിട്ട് ആ ബോഡി വിടാൻ പാടുള്ളൂ. 5 വർഷം മുന്നേ കൊലപ്പെടുത്തിയ അയാള്, ഈ മരിച്ച വ്യക്തി സുധാകരേട്ടന്റെ ഭാര്യ 5 വർഷം മുന്നേ കൊലപ്പെടുത്തിയതാ. ആ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ള വീട്ടിൽ ഇറങ്ങിയിട്ട് ഇന്ന് രാവിലെ അവിടെ അമ്മാരുടെ അടുത്ത് അടിവാള് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ഇതാണ് എൻ്റെ സെറ്റപ്പ്, ഇതാണ് എൻ്റെ വാളെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചൊരു അരമണിക്കൂർ മുമ്പേക്കും ആ ചേട്ടൻ അവിടെ വെട്ടിയിട്ടു, ആ സുധാകരേട്ടൻ അവിടെ വെട്ടിയിട്ടു. നേരത്തെ 5 വർഷം മുന്നേ അയാളുടെ ഭാര്യയെ കൊന്നു. ഇപ്പോൾ അവിടെ അയാളുടെ അമ്മയും ഇയാളിപ്പോൾ ഇങ്ങനെ കൊന്നിട്ടിട്ടു. ഇപ്പോൾ ഇതുപോലെ നാളെ ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഗതി. നാളെ ഇത് പിടികൂടിയ മാത്രമാണ് ഇപ്പൊ ഇവിടെയുള്ള മൃതദേഹം വിട്ടുകൊടുക്കുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് സഹിച്ചേച്ച് അവർ മരിച്ചപ്പോഴും ഞങ്ങൾ ഇതുപോലെ ഇയാളടുത്ത് പറഞ്ഞപ്പോൾ പോലീസുകാർ ഞങ്ങൾക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഈ 2 ഇനിയിപ്പോ നാളെ ഇതുപോലെ മറ്റുള്ളവരെ ആരെങ്കിലും കൊല്ലും, അപ്പോഴും ഇത് തന്നെ പറയാ. അപ്പൊ ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഇവിടെ? ഇവിടെ ജീവിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം, 2 ആ കുട്ടികളുടെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല. ആ കുട്ടിക്ക് അവർ പരിഹാരം കാണണം. അതിനോട് സംവിധാനം ചെയ്തിട്ട് ഇവിടെ വന്ന് ബോഡി എടുത്തിട്ട് പോയാൽ മതി. എടുത്തിട്ടേ ഇവിടുന്ന് ബോഡി വിടുകയുള്ളൂ. പിന്നെ ആ കുട്ടിക്ക്, ഞാനൊരു അംഗൻവാടി ടീച്ചറാണ് ഇവിടുത്തെ, ആ കുട്ടിക്ക് അമ്മയും ഇല്ലാതായി അച്ഛനും ഇല്ലാതായില്ലേ. അപ്പം ഇനി ആരാ ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ളവർ? ഒന്ന് ആലോചിച്ച് നോക്കിയാലേ ഉള്ളൂ. ഒരു കുട്ടീൻ്റെ മാരേജ് കഴിഞ്ഞു, ആ കുട്ടീൻ്റെ മൂത്തതിന് മാരേജ് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുട്ടി ഡിഗ്രിക്കാണ് പഠിക്കുന്നത്.
ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാനുള്ളൂ. ഇത്രയും ഒരു കൊല ചെയ്ത ഒരു വ്യക്തിനെ വീണ്ടും ഈ കോടതി വിടണമെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് ഇല്ലാതെ ആ ഒരു കൊലയാളിന് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് സപ്പോർട്ട് ആരാണ് ചെയ്തത് അവരെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം ഇവിടുന്ന് നാട്ടുകാരെല്ലാവരും കൂടെ ഈ ബോഡി എടുക്കാൻ അയക്കുള്ളൂ. അല്ലെങ്കിൽ നാളെ ഇവിടെ ഒരു വീണ്ടും കൊല നടന്നുകൊണ്ടേയിരിക്കും. ചരിത്രത്തിൽ തന്നെ ഒരു സമയത്ത് 3-4 കൊല ചെയ്യും. ഇത് അങ്ങനെയല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തീരുമാനം എല്ലാവരും കൂടെ ചെയ്തേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് വീണ്ടും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മാർഗം ചെയ്തിരിക്കും. ഈ ബോഡി എടുക്കണമെങ്കിൽ ഒരു തീരുമാനം എടുത്തിട്ട് ഇവിടുന്ന് നാട്ടുകാരെ അയക്കുള്ളൂ.